അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട 6ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് താരീഖിലെ 3ാമത്തെ പാഠമായ നീതിമാനായ ഭരണാധികാരി എന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ 1ാം പാഠത്തിൽ പഠിച്ചു നബി വഫാത്തായതിനു ശേഷം ഫസ്റ്റ് അബൂബക്കർ റളിയല്ലാഹു ഖലീഫയായി തെരഞ്ഞെടുത്ത്. 2ാം പാഠത്തിൽ അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഭരണ കാലഘട്ടങ്ങളും അതിലുണ്ടായ പ്രത്യേക നേട്ടങ്ങളൊക്കെ നമ്മൾ എന്തായി പഠിച്ചു. ഇനി അബൂബക്കർ റളിയല്ലാഹു അൻഹു വഫാത്താവണ സമയത്ത് പറഞ്ഞിട്ടുണ്ട് അടുത്ത ഖലീഫ ആരാവണമെന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടല്ലോ അല്ലേ. അപ്പൊ എന്റെ ശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് ആയിരിക്കണം ഖലീഫ എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഇനി 3ാമത്തെ പാഠത്തിൽ അതിന്റെ തുടർച്ച എന്നോണാണ് 3ാമത്തെ ചാപ്റ്റർ ട്ടോ. 3ാമത്തെ പാഠം നീതിമാനായ ഭരണാധികാരി. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നീതിയുടെയും ലാളിത്യത്തിന്റെയും ഉത്തമ മാതൃകയാണ് 2ാം ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പൊ അദ്ദേഹത്തിന്റെ ഭരണകാലത്തില് നീതിയുടെ ഭരണമായിരുന്നു. അതുകൊണ്ടാണല്ലോ ഗാന്ധിജിയൊക്കെ പറഞ്ഞതല്ലേ ഉമർ ഖാന്റെ ഭരണം ആഗ്രഹിക്കുന്നു എന്ന്. ഇനി ബാക്കി നോക്കുക. ആദ്യമായി അമീറുൽ മുഅ്മിനീൻ എന്ന പേരിൽ അറിയപ്പെട്ട ഖലീഫയാണ് അവർ, അതായത് ഉമർ റളിയല്ലാഹു അൻഹു. അപ്പൊ ആദ്യമായി അമീറുൽ മുഅ്മിനീൻ എന്ന പേരിൽ അറിയപ്പെട്ട ഖലീഫ ആരാണ്? ഉമർ റളിയല്ലാഹു അൻഹു, അഥവാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇനി സെക്കൻഡ് പാരഗ്രാഫ് നോക്കുക. അബൂബക്കർ റളിയല്ലാഹു അൻഹു രോഗശയ്യയിലായപ്പോൾ അടുത്ത ഖലീഫയായി ഉമർ റളിയല്ലാഹുവിനെ നിർദ്ദേശിച്ചു. ഖിലാഫത്ത് ഏൽപ്പിച്ചു കൊണ്ടുള്ള എഴുത്ത് ലഭിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് വഹിക്കാൻ കഴിയാത്ത ഒരു ഭരണമാണ് നിങ്ങൾ എന്നെ ഏൽപ്പിച്ചത് എന്തായി അബൂബക്കർ റളിയല്ലാഹുവിനോട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അഥവാ അബൂബക്കർ റളിയല്ലാഹു അൻഹു രോഗിയായി കിടക്കുന്ന സമയത്ത് തന്നെ എന്താവുണ്ട്, അടുത്ത ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ആവണമെന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു എഴുത്ത് മുഖേന ഉമർ റളിയല്ലാഹു അൻഹു അറിയിച്ചു, അടുത്ത ഖലീഫ നിങ്ങളെയാണ് ഞാൻ കാണുന്നത്, നിങ്ങളെയാണ് ഞാൻ കരുതുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു എഴുത്ത് മുഖേന അറിയിച്ചു. ആ എഴുത്ത് കിട്ടിയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്, എനിക്ക് വഹിക്കാൻ കഴിയാത്തൊരു ഭരണമാണ് നിങ്ങൾ എന്നെ ഏൽപ്പിച്ചത് എന്ന് എന്താവാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ് ട്ടോ. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കി. അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലത്ത് വികസിക്കാൻ തുടങ്ങിയ ഇസ്ലാമിക രാഷ്ട്രം ഉമർ റളിയല്ലാഹുവിന്റെ ഭരണത്തോടെ വിവിധ ഭാഗങ്ങളിലേക്ക് അതിവേഗം വ്യാപിച്ചു. അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലത്ത് തന്നെ ഇസ്ലാം വികസിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഉമർ റളിയല്ലാഹുവിന്റെ ഭരണമായപ്പോ പെട്ടെന്ന് ഒരുപാട് പ്രദേശങ്ങളിലേക്ക് എന്തായി, അത് വ്യാപിച്ചു. സ്വഹാബികൾ ഭൂഖണ്ഡങ്ങൾ താണ്ടി ഇസ്ലാമിന്റെ സന്ദേശം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചു. ഒരുപാട് ദൂരത്തേക്ക് ഭൂഖണ്ഡങ്ങളിലേക്കൊക്കെ എന്തായി ഇസ്ലാമിന്റെ സന്ദേശം എത്തിച്ചു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം സന്തുഷ്ടിയുള്ളതായിരുന്നു. അങ്ങനെ നല്ല സന്തോഷത്തോടു കൂടെയുള്ള ഭരണകാലമായിരുന്നു. അപ്പോഴാണ് ഹിജ്റ 18 അറേബ്യയിലെ കഠിനമായ വരൾച്ച അനുഭവപ്പെട്ടു. ഭൂപ്രദേശമെല്ലാം വരണ്ടു തുടങ്ങി. കന്നുകാലികൾ ചത്തൊടുങ്ങി. ഈ കഠിന വരൾച്ച കാലം ആമുർ റമാദ്, ചാരവർഷം എന്നറിയപ്പെട്ടു. ആ വരൾച്ചാ കാലത്തിനാണ് ആമുർ റമാദ് എന്ന് അറിയപ്പെടുന്നത് ട്ടോ. ഈ സമയം ഉമർ റളിയല്ലാഹു അൻഹു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചു ഉയർത്തി. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് തവസ്സുൽ ചെയ്ത് ദുആ ചെയ്തു. തുടർന്ന് ദിവസങ്ങളോളം മഴ ലഭിച്ചു. അതാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ, വരൾച്ച കൂടിക്കഴിഞ്ഞാല് ആ നാട്ടിലെ പണ്ഡിതന്മാരൊക്കെ കൂടിയിട്ട്, നാട്ടിലത്തെ ആൾക്കാരൊക്കെ കൂടി ദുആ ചെയ്യുന്ന പരിപാടി ഉണ്ട്. പണ്ട് കാലങ്ങളിലൊക്കെ ആ കാര്യം നടന്നു പോയി നമ്മുടെ നാടുകളില്. അപ്പൊ അങ്ങനെ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തവസ്സുലാക്കിയിട്ട് ദുആ ചെയ്തു. അങ്ങനെ എന്തായി, തുടർന്ന് ദിവസങ്ങളോളം മഴ പെയ്തു. വരൾച്ചക്ക് അറുതി വരികയും ചെയ്തു. ആ വരൾച്ച എന്തായി, നിന്നു എന്നർത്ഥം. തന്റെ ഭരണത്തിന് കീഴിൽ ഒരാൾ പോലും പ്രയാസപ്പെടരുത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു നിർബന്ധമുണ്ടായിരുന്നു. അതിനാൽ രാത്രി കാലങ്ങളിൽ അദ്ദേഹം ജനങ്ങളുടെ ക്ഷേമം അന്വേഷിച്ച് നടക്കുമായിരുന്നു. അഥവാ ഞാൻ ഭരിക്കണ കാലത്ത് ഇവിടെ ആർക്കും പ്രയാസം ഉണ്ടാവരുത്, അങ്ങനെ ഒരു ദിവസം ഉണ്ടാവരുത്. അദ്ദേഹം എല്ലാ ദിവസവും രാത്രി പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി നടക്കും. ഏതെങ്കിലും വീട്ടില് ആർക്കെങ്കിലും പ്രയാസം ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിങ്ങാണ്ട്. അങ്ങനെ ചരിത്രം ഉണ്ടല്ലോ അല്ലേ. ആ ചരിത്രമാണ് അടുത്ത ഭാഗത്ത് പറയുന്നത്. ഒരു ദിവസം ഉമർ റളിയല്ലാഹു അൻഹു തന്റെ വൃദ്ധനായ അസ്ലം റളിയല്ലാഹു അൻഹുവിനോടൊപ്പം നടക്കുമ്പോൾ ദൂരെ നിന്ന് കുട്ടികളുടെ കരച്ചിൽ കേട്ടു. അവ വൃദ്ധനായ എന്ന് പറഞ്ഞാൽ ഈ വേലക്കാരന് നമ്മള് PA എന്നൊക്കെ പറയുമല്ലോ, ഓരെല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരാളുണ്ടാവുമല്ലോ ഓലൊപ്പം, മുഖ്യമന്ത്രിമാരൊപ്പം ഒക്കെ. അതേമാതിരി ഉമർ റളിയല്ലാഹുവിന്റെ വൃദ്ധനായിരുന്നു അസ്ലം റളിയല്ലാഹു അൻഹു. അവിടുന്ന് അടുത്തെത്തി കാര്യം തിരക്കിയപ്പോൾ, അപ്പൊ ആ കരച്ചിൽ കേട്ട ഭാഗത്തേക്ക് എന്തായി, ഉമർ റളിയല്ലാഹു അൻഹു ചെന്നു. എന്നിട്ട് അവിടുന്ന് അടുത്തെത്തി കാര്യം തിരക്കിയപ്പോൾ വിശപ്പ് സഹിക്കാൻ കഴിയാതെയാണ് കുട്ടികൾ കരയുന്നത് എന്നെന്തായി, ഉമർ റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി. ഇത് കേട്ട് ഖലീഫയുടെ കണ്ണുകൾ നിറഞ്ഞു. കാരണം അദ്ദേഹം ഭരിക്കണ സമയത്ത് വിശപ്പ് കാരണത്താൽ കുട്ടികൾ കരയാന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചെങ്ങാണ്ട് ഖലീഫ എന്തായി, കരഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞു. ഉടൻ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു
ഭക്ഷണ സംഭരണശാലയിലേക്ക് പോയി അവിടുന്ന് ഭക്ഷണ സാധനങ്ങൾ എടുത്ത് സ്വന്തം തോളിൽ ചുമന്ന് ആ വീട്ടിലെത്തിച്ചു. അഥവാ മറ്റുള്ളവരൊന്നും ബുദ്ധിമുട്ടിക്കാതെ സ്വയം എന്തായി, അത് കണ്ടപ്പോ അതിനാകെ സങ്കടമായിട്ട് ഉമർ ഭക്ഷണശാലയിലേക്ക് പോണു. അവിടുന്ന് ഓൽക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങളൊക്കെ എടുത്തുങ്ങാണ്ട് അവരുടെ വീട്ടിലേക്ക് സ്വന്തം ചുമലിലേറ്റി കൊണ്ടുപോയി കൊടുത്തു. അപ്പൊ അസ്ലം റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഈ ഭാരം ഞാൻ ചുമന്നോളാം എന്തായി ഉമർ റളിയല്ലാഹുവിനോട് പറഞ്ഞു. അപ്പൊ ഉമർ റളിയല്ലാഹു തിരിച്ചു ചോദിച്ചാണ്, അന്ത്യനാളിൽ എന്റെ ചുമടുകൾ നീ വഹിക്കുമോ? അഥവാ അന്ത്യനാളില് എനിക്ക് എന്തൊക്കെ ചുമടുണ്ട് അതൊക്കെ നീ വഹിക്കുമെന്ന് തിരിച്ചു ചോദിച്ചു. അഥവാ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഉമർ റളിയല്ലാഹു അത്രയും നല്ലൊരു ഭരണാധികാരിയെന്നോ, മൂപ്പര് ചെയ്യേണ്ട കാര്യങ്ങൾ മൂപ്പരനെ ചെയ്തിരുന്നു, വേറൊരാളെ കൊണ്ട് എന്തായിരുന്നില്ല ചെയ്യാന് അനുവദിച്ചിരുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ലാളിത്യവും ഉത്തരവാദിത്ത ബോധവും സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്തി. ഇസ്ലാമിന്റെ കീർത്തി ലോകമാകെ പരന്നു. അഥവാ മുസ്ലിം ഭരണമാണല്ലോ, ഇസ്ലാമിക ഭരണമാണല്ലോ. അപ്പൊ മുസ്ലിങ്ങളുടെ ഉമർ റളിയല്ലാഹുവിന്റെ ഭരണമൊക്കെ എന്തായി, ലോകത്തിലാകെ സ്വാധീനം ചെലുത്തി. തൽഫലമായി ജനങ്ങൾ സ്വമേധയാ ഇസ്ലാം ആശ്ലേഷിക്കാൻ തുടങ്ങി. അഥവാ ആശ്ലേഷിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാല് സ്വീകരിക്കാൻ തുടങ്ങി. ഒരുപാട് ആൾക്കാർ എന്താ ഇസ്ലാമിനെ സ്വീകരിക്കാൻ തുടങ്ങി. ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ വന്ന പ്രദേശങ്ങളിൽ അദ്ദേഹം മികച്ച ഭരണവും ക്ഷേമവും ഉറപ്പാക്കി. ഹിസിയ സംവിധാനം വഴി മുസ്ലിങ്ങൾക്ക് മതസ്വാതന്ത്ര്യവും സുരക്ഷയും ഉറപ്പാക്കുകയും ചെയ്തിരുന്നു. ജിസിയ സംവിധാനം വഴി മുസ്ലിങ്ങൾക്ക് മതസ്വാതന്ത്ര്യവും സുരക്ഷയും ഉറപ്പാക്കുകയും ചെയ്തിരുന്നു. അഥവാ ഉമർ റളിയല്ലാഹുവിന്റെ ഭരണകാലത്ത് മുസ്ലിങ്ങളിൽ നിന്ന് ജിസിയ വാങ്ങിയിരുന്നു. ജിസിയ പറഞ്ഞാൽ നികുതി. പണ്ട് മുതലേ ഇസ്ലാമിക ഭരണം നടക്കുന്ന സ്ഥലങ്ങളിൽ മുസ്ലിങ്ങളിൽ നിന്ന് വർഷാവർഷം ഓരോ നികുതി വാങ്ങും. എന്നിട്ട് അവരുടെ സുരക്ഷ ഉറപ്പാക്കിയിരുന്നു എന്നർത്ഥം. നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി ഒരിക്കൽ പറഞ്ഞു, ഇന്ത്യയിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഖലീഫ ഉമറിന്റെ ഭരണമാണ്. അഥവാ നമ്മുടെ ഉമർ റളിയല്ലാഹുവിന്റെ ഭരണമാണ് എന്ന്. അത്രത്തോളം നല്ല ഭരണമായിരുന്നു ഉമർ റളിയല്ലാഹുവിന്റെ ഭരണം. ഇന്നത്തെ ഭരണകർത്താക്കൾക്ക് ഉമർ റളിയല്ലാഹുവിൽ നിന്ന് വളരെയേറെ പഠിക്കാനുണ്ട്. കാരണം ഉമർ റളിയല്ലാഹുവിന്റെ ഭരണകാലത്ത് അദ്ദേഹത്തിന്റെ കീഴിലുള്ള അഥവാ അദ്ദേഹം ഭരണം നടത്തുന്ന പ്രദേശത്തെ ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. എന്ത് ബുദ്ധിമുട്ട് വന്നാലും അദ്ദേഹം അതിനൊക്കെ പരിഹാരം കണ്ടിരുന്നു. ഉമർ റളിയല്ലാഹുവിന്റെ ഭരണത്തിലെ പ്രത്യേകമായ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ ഇനി. അഥവാ ജനങ്ങളുടെ ക്ഷേമത്തിന് മുൻഗണന നൽകുക. അഥവാ ജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ എന്താവുക, അത് തന്റെ പ്രശ്നങ്ങളായിട്ട് അതിനെയാണ് കൂടുതൽ മുൻഗണന കൊടുത്തിരുന്നത്. രണ്ടാമത്തതാണ് കരുണയും സഹാനുഭൂതിയും കാണിക്കുക. അഥവാ എല്ലാവരോടും നല്ല കരുണയും സഹാനുഭൂതി ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഉമർ റളിയല്ലാഹു വരുമ്പോഴേക്കും എല്ലാവരും റോഡ് സൈഡിൽ നിന്ന് മാറി നിൽക്കണം, ഇനി റോട്ടിൽ ഇറങ്ങാൻ പറ്റൂല, ആ രൂപത്തിലൊന്നും ഉണ്ടായിരുന്നില്ല. ഉമർ റളിയല്ലാഹു എല്ലാവരോടും കരുണയുള്ള ആളായിരുന്നു. അധികാരത്തിലിരിക്കുമ്പോഴും വിനയം മുറുകെ പിടിക്കുക. മൂപ്പര് ഭരിച്ചിരുന്ന കാലത്ത് നല്ല വിനയമുള്ള ആളായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ എന്താവുക, വിനയം മുറുകെ പിടിക്കുക. ജനങ്ങൾക്ക് മതസ്വാതന്ത്ര്യവും സുരക്ഷയും ഉറപ്പാക്കുക. അഥവാ എല്ലാ മതക്കാർക്കും ജീവിക്കാനുള്ള അവസരം കൊടുക്കുക. ഹിന്ദുക്കളാവട്ടെ, മുസ്ലിങ്ങളാവട്ടെ, ക്രിസ്ത്യൻസ് ആവട്ടെ, ഏത് മതമായാലും അവർക്കൊക്കെ ജീവിക്കാനുള്ള അവസരം കൊടുക്കുക. ആ രൂപത്തിലായിരുന്നു ഉമർ റളിയല്ലാഹുവിന്റെ ഭരണം. ഇനി ഇതില് മെയിനായിട്ട് പഠിക്കേണ്ട 2 പോയിന്റാണ്. ആമുർ റമാദ് പറഞ്ഞാൽ എന്താന്നുള്ളത്. എന്താണ്? പ്രസിദ്ധമായ ക്ഷാമവർഷത്തിനാണ് ആമുർ റമാദ് എന്ന് പറയുന്നത് കേട്ടോ. ജിസിയ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക നികുതി സമ്പ്രദായം. അഥവാ നികുതി ഉണ്ടല്ലോ, അതിനാണ് എന്തെന്ന് പറയുന്നത്, ജിസിയ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിലെ തദ്രീബാത്ത് നോക്കട്ടോ. ഒന്നാമത്തെ എന്താണ്? ഉത്തരം എഴുതുക. ചോദ്യം 1 എന്താണ്? ആമുർ റമാദ് എന്നാൽ എന്താണ്? ഹിജ്റ 18 വർഷം ഉമർ റളിയല്ലാഹുവിന്റെ ഭരണകാലത്ത് അറേബ്യയിൽ കഠിനമായ വരൾച്ചയും ക്ഷാമവും അനുഭവപ്പെട്ടു. അഥവാ ഉമർ റളിയല്ലാഹുവിന്റെ ഭരണകാലത്ത് ഉണ്ടായ വരൾച്ചയും ക്ഷാമവും ഉണ്ടായ ആ കാലഘട്ടത്തിനാണ് എന്തെന്ന് പറയുന്നത്, ആമുർ റമാദ് എന്ന്, ചാരവർഷം എന്ന് പറയപ്പെടുന്നത് കേട്ടോ. അന്ത്യനാളിൽ എന്റെ ചുമടുകൾ നീ വഹിക്കുമോ? ഇത് ആരോട് ചോദിച്ചു? ഉമർ റളിയല്ലാഹു തന്റെ വൃദ്ധനായ അസ്ലം റളിയല്ലാഹുവിനോട് ചോദിച്ചു. അമീറുൽ മുഅ്മിനീൻ എന്ന പേരിൽ ആദ്യമായി അറിയപ്പെട്ട ഭരണാധികാരി ആരാണ്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. തന്റെ ഭരണത്തിന് കീഴിലുള്ള ജനങ്ങളെ കുറിച്ച് ഉമർ റളിയല്ലാഹുവിന് ഉണ്ടായിരുന്ന നിർബന്ധം എന്തായിരുന്നു? തന്റെ ഭരണത്തിന് കീഴിൽ ഒരാൾ പോലും പ്രയാസപ്പെടരുത് എന്ന് ഉമർ റളിയല്ലാഹുവിന് നിർബന്ധമുണ്ടായിരുന്നു. 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്,
ഖലീഫ ഉമർ റളിയല്ലാഹുവിന്റെ ഭരണത്തെക്കുറിച്ച് നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി പറഞ്ഞ അഭിപ്രായം എന്തായിരുന്നു? എന്താണ്? ഗാന്ധിജി പറഞ്ഞു, ഇന്ത്യയിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഖലീഫ ഉമർ റളിയല്ലാഹുവിന്റെ ഭരണമാണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഭരണകർത്താക്കൾക്ക് ഉമർ റളിയല്ലാഹുവിൽ നിന്ന് പഠിക്കാനുള്ള പാഠങ്ങൾ ഏവ? നമ്മളെ പുസ്തകത്തിൽ അവസാനം പറഞ്ഞല്ലോ പാഠത്തിൽ എന്തൊക്കെയാണ്? ജനങ്ങളുടെ ക്ഷേമത്തിന് മുൻഗണന നൽകുക, കരുണയും സഹാനുഭൂതിയും കാണിക്കുക, അധികാരത്തിലിരിക്കുമ്പോഴും വിനയം മുറുകെ പിടിക്കുക, ജനങ്ങൾക്ക് മതസ്വാതന്ത്ര്യവും സുരക്ഷയും ഉറപ്പാക്കുക എന്നീ കാര്യങ്ങളാണ്. ഇനി ഇതിലെ അവസാന ക്വസ്റ്റ്യൻ ആണ് പൂരിപ്പിക്കുക എന്നുള്ളത്. അതിലൊന്നാമത്തത് ഉമർ റളിയല്ലാഹുവിന്റെ ലാളിത്യവും ഡാഷ് എന്താണ്? ഉത്തരവാദിത്വ ബോധവും സമൂഹത്തിൽ സ്വാധീനം വർദ്ധിപ്പിച്ചു. മുസ്ലിങ്ങൾക്ക് ഉമർ റളിയല്ലാഹു അൻഹു മതസ്വാതന്ത്ര്യവും സുരക്ഷയും ഉറപ്പാക്കിയിരുന്നു. ഈ ശരി ഉത്തരം കണ്ടെത്താനാണ് എനിക്ക് വഹിക്കാൻ കഴിയാത്ത ഒരു ഭാരമാണ് നിങ്ങൾ എന്നെ ഏൽപ്പിച്ച് എന്ന് പറഞ്ഞത് ആരാണെന്നാണ് പുസ്തകത്തിലുണ്ടാവും ഓപ്ഷൻ. അതിൽ ശരിയായ ഉത്തരം ഏതാണ്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്നുള്ളതാണ് ട്ടോ. അപ്പോൾ ക്ലാസ് ഒക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഇൽമ പഠിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.